ഒരു ആർഗ്യുമെന്റ് നോട്ട് പോലും സബ്മിറ്റ് ചെയ്യാതെ അതിജീവിതയുടെ വക്കീൽ ഈ കേസിന്റെ ഒരു ഘട്ടം മുതൽ പരസ്യ പ്രസ്താവനകൾ, മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ, കോടതിയെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപടിയിലൂടെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് അതിജീവിതയുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി വിലക്കെടുത്തില്ല, കൊടുത്ത തെളിവുകളൊന്നും സ്വീകരിച്ചില്ല, പറഞ്ഞ കാര്യങ്ങളൊന്നും വിധിന്യായത്തിൽ എഴുതിയിട്ടുമില്ല. എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ എഴുതി കൊടുക്കുകയോ ചെയ്താൽ മാത്രമല്ലേ കോടതിക്ക് അത്തരത്തിൽ എന്തെങ്കിലും രേഖപ്പെടുത്താൻ കഴിയൂ. കോടതിയിൽ ഒന്നും ചെയ്യാതെ അങ്ങാടിക്കവലയിൽ പ്രസംഗം മാത്രം നടത്തിയതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ല. സ്വന്തം കേസ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി അതിജീവിത ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വക്കീലാണ് ഇപ്പോൾ കവലകളായ കവലകൾ മുഴുവൻ നടന്ന് ആ കേസിൽ നടന്ന ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസ് കഴിഞ്ഞ് വിധിന്യായം പുറത്തു വന്ന് പിറ്റേ ദിവസം അതിജീവിതയുടെ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇന്നു മുതൽ ഞാൻ അതിജീവിതയുടെ വക്കീലല്ല. ഈ വസ്തുതകൾ പൊതുജനങ്ങളായ നിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ രേഖാസഹിതം ബോധ്യപ്പെടുത്തണം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. 1700 പേജുള്ള വിധിന്യായത്തിന്റെ പകർപ്പ് വായിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. ഈ കേസിന് മുന്നോട്ട് പോകുമ്പോൾ അതിജീവിതയ്ക്ക് കിട്ടാനുള്ള നീതി കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകരുത്.